ഇന്നെല്ലാവരുടെയും ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ? ക്ലാസ് തുടങ്ങിയപ്പോൾ വെക്കേഷൻ അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? അതല്ലേലും അങ്ങനെ ആദ്യം നമ്മൾ വിചാരിക്കും കുറേ ദിവസം ഉണ്ടല്ലോ എന്ന്, കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ തീർന്നു എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ എല്ലാ അമ്മമാരും രാവിലെ നല്ല ബഹളവും ഓട്ടവും ഒക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ എൻ്റെ മൂത്ത മോന് മാത്രമേ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. ചെറിയ മക്കൾക്ക് 3-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഇന്ന് രാവിലെ ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് പിന്നെ വേറെ ആർക്കും പോവണ്ട, നമുക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോവും. പിന്നെ ചോറും ചിക്കനും മീനും ഒക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട്, അത് ചൂടാക്കി വെച്ചാൽ മതി. അമ്മ മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. ഞാനുണ്ടല്ലോ കഴിഞ്ഞ വെക്കേഷനാണ് കേട്ടോ ചാനൽ തുടങ്ങിയത്. അതായത് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ, ആ സമയത്ത് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വേഗം വേഗം ഇടായിരിക്കും എന്ന്. പക്ഷെ അത് വെറുതെ ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. സ്കൂള് അടയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമ്മൾ കുറേ ഫ്രീ ടൈം കിട്ടുമെന്ന്. വെറുതെ ആണ് കേട്ടോ. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മാറി മാറി അസുഖങ്ങളായിരുന്നു. മോൾക്ക് പനി വന്നു, സ്കൂളിൽ വീണു, പിന്നെ മോന് പനിയായി, പിന്നെ വീട്ടിലെല്ലാവർക്കും പനിയായി, ലാസ്റ്റ് എനിക്കും പനിയായി. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു 6 മാസത്തോളം നമ്മൾ വയ്യായിക കൊണ്ട് നടന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ടൊന്ന് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയിരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്, ഇനി എന്താവും ഈ വർഷം എന്നുള്ളത്. അതിനുള്ള തുടക്കം പോലെ രണ്ടാമത്തെ ആൾക്ക് പനിയായി കേട്ടോ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ. എന്തായാലും വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി മുമ്പോട്ടങ്ങ് പോവാം. കല്യാണത്തിന് പോകാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയ ഇലയുടെയാണ്, അതും കൂടെ എടുത്തൊന്ന് മാറ്റി വെക്കാം. പിന്നെ മോന് ദോശയും സാമ്പാറും തന്നെയാണ് കൊടുത്തു വിടുന്നത്, രാവിലെ ചോറ് വെച്ചില്ലല്ലോ. അവന് പിന്നെ സാമ്പാർ മാത്രമേ ഇഷ്ടമുള്ളൂ, ചമ്മന്തി അരച്ചാലൊന്നും കൂട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ചോറും വെള്ളവും ഒക്കെ എടുത്ത് വേഗം തന്നെ പോവാണ്. ഇത് കഴിഞ്ഞ് 28-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മക്കൾക്കില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് അവനെ അച്ഛനാണ് കൊണ്ടുവിടുന്നത്. മഴ പെയ്ത് തുറന്ന മുറ്റം കണ്ടില്ലേ, നമുക്കൊന്ന് തൂക്കാൻ പോലും ഇറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാം കരിയിലെല്ലാം വീണ് നനഞ്ഞ് കിടക്കുകയായിരിക്കും. ഞങ്ങളിപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായേ. കൊല്ലത്താണ് കല്യാണം, കൊല്ലം ചവറയിൽ. ഹസ്ബൻഡിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യന്റെ കല്യാണമാണ്. അവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു, അതിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു സദ്യ. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലമൊന്നും അറിയില്ലേ. പിന്നെ അങ്ങോട്ടുള്ള സദ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം വേഗം വേഗം വിളമ്പി വരും. നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ അടുത്തതും ഇങ്ങെത്തും. അതുകൊണ്ട് വേഗം വേഗം കഴിക്കാൻ ഞാൻ മക്കളോട് പറയായിരുന്നു കേട്ടോ. മോനാണെങ്കിൽ അധികം ഒന്നും കഴിച്ചില്ല, അവന് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ പായസം മാത്രമേ കുടിച്ചുള്ളൂ, 3 തരം പായസം ഉണ്ടായിരുന്നേ. പിന്നെ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ നീണ്ടകര ഹാർബറിൽ പോയിട്ട് മീനും കൂടെ വാങ്ങിയിരുന്നു. ചെമ്മീനാണ് വാങ്ങിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് നന്നാക്കുകയും കറി വെക്കുകയൊക്കെ ചെയ്തത്. സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.